അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വ ആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു, വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ അക്കീദയാണെന്നും വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും സംഭവിക്കാത്ത അക്കീദയാണ് ശരിയായ അക്കീദ എന്നതുമാണ് ബിദഈകളുടെ തന്നെ നിലപാട്. അള്ളാഹു എന്ന് പറയുന്ന പുസ്തകത്തിൽ അവർ അത് എഴുതി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിലുള്ള അവരുടെ ആ വിശ്വാസങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ അവരുടെ മുഖപത്രമായ അൽമനാർ, ഫത്താവ അൽമനാർ, അതിൽ കാണാം ഒരു ചോദ്യോത്തര സെഷനാണ്. 1952 ജനുവരി മാസത്തിലിറങ്ങിയ അൽമനാറാണിത്. അതിൽ അവരുടെ ഏറ്റവും വലിയ നേതാവായ KM മൗലവിയോടാണ് ചോദ്യം ചോദിക്കുന്നത്. അയാളുടെ ഉത്തരവുമാണ് അതിലുള്ളത്. ചോദ്യം ഇങ്ങനെയാണ്: മുബത്തദിഅ കാഫിർ, മുബത്തദിഅ ഫാസിഖ് ഇവർ തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായി ഏത് തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാകുന്നു? ഉദാഹരണം ഒന്ന് വിവരിക്കാമോ എന്നാണ് ചോദ്യം. അതിൻ്റെ മറുപടിയിൽ KM മൗലവി പറയുന്നുണ്ട്, മുബത്തദിഅ കാഫിർ എന്ന് പറഞ്ഞാൽ അഥവാ അവിശ്വാസിയായ അനാചാരി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് മുബത്തദിഅ കാഫിർ അഥവാ അവിശ്വാസിയായ അനാചാരി എന്ന് അവരുടെ ഏറ്റവും വലിയ നേതാവായ KM മൗലവി എഴുതി വെച്ചു. അഥവാ അള്ളാഹുവിന് ജഡം, ഭാഗം, രൂപം ഇതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ മുബത്തദിഅ കാഫിറാണ് എന്ന്. അവരുടെ ഔദ്യോഗിക ഫത്വയിൽ KM മൗലവി കൊടുത്ത ഫത്വയാണിത്. ആദ്യകാലത്തുള്ള അവരുടെ വിശ്വാസമാണിത്. അള്ളാഹ്ക്ക് കയ്യില്ല, കാലില്ല, ജഡങ്ങളില്ല, ഒന്നുമില്ല എന്നുള്ള. ഇനി അതുപോലെ തന്നെ അവരുടെ മറ്റൊരു നേതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തിൻ്റെ ഇസ്ലാമത സിദ്ധാന്ത സമഗ്രഹം എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിൻ്റെ 45-46 പേജിൽ കാണാം, ദൈവം കാലദേശ സംബന്ധമില്ലാത്തവനും സകല സ്ഥലങ്ങളും ദൈവത്തിന് ഒരേ നിലയിലുള്ളതാണെന്നും പ്രത്യേകമായി യാതൊരു സ്ഥലത്തും ദൈവത്തെ സങ്കല്പിക്കുവാൻ പാടില്ല എന്നുമുള്ളത് ഇസ്ലാം മതത്തിൻ്റെ മൂലതത്വങ്ങളിൽപ്പെട്ട സംഗതികളാകുന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥലകാലാതീതനാണ് എന്നത് ഇസ്ലാം മതത്തിൻ്റെ മൂലതത്വങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് അവരുടെ നേതാവായ വക്കം മൗലവി എഴുതി വെക്കുന്നത്. ഇനി മറ്റൊരു നേതാവ് അമാനി മൗലവി, അവരുടെ പ്രശസ്ത ഖുർആൻ പരിഭാഷ അതിലെഴുതി വെക്കുന്നുണ്ട്, സ്ഥലകാലങ്ങളിൽ നിന്നും സൃഷ്ടികളുമായുള്ള എല്ലാവിധ സാദൃശ്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണല്ലോ അള്ളാഹു. അതിൽ തന്നെ മറ്റൊരിടത്ത് കാണാം, അർഷിൽ അവൻ ആരോഹണം ചെയ്തു, ഇസ്തവ അലൽ അർഷ് എന്ന വാക്യത്തിൻ്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു ഹർഷിൻ്റെ മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അള്ളാഹുവിന് സൃഷ്ടികളോട് സമപ്പെടുത്തലും അവൻ്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത് എന്ന് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയുടെ 1102 പേജിലും എഴുതി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിത് പറയാൻ കാരണം, വഹാബികളുടെ തലതൊട്ടപ്പൻ നേതാക്കളായിട്ട് കൊണ്ടു നടക്കുന്ന ഈ 3 ആളുകളും പറയുന്നത് അള്ളാഹു സ്ഥലകാലാതീതനും സൃഷ്ടികളുമായുള്ള എല്ലാവിധ സാദൃശ്യങ്ങളിൽ നിന്നും പരിശുദ്ധനുമാണ് എന്നാണ്. ഇതായിരുന്നു അവരുടെ ആദ്യകാലത്തെ ബിദഈകളുടെ വിശ്വാസം. ഇനി 2005 ഏപ്രിൽ ലക്കം അൽമനാറിൽ വന്നപ്പോൾ ആ പറഞ്ഞതിന് നേരെ വിപരീതം അതിൽ അവർ എഴുതി വെച്ചു. അതിൽ ഹെഡിങ് ഇട്ട് തന്നെ അവർ കൊടുത്തു, അള്ളാഹു അർശിന് മുകളിൽ നിന്ന് അവർ ഹെഡിങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് പറയുന്നു, അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹെഡിങ്, അള്ളാഹു ആകാശത്തിലാണെന്നതിന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. അതും അവർ ഈ അൽമനാറിൽ എഴുതി വെച്ചു. അപ്പോൾ അള്ളാഹുവിന് ഒരു സ്ഥലം അവർ നിശ്ചയിച്ചു കൊടുക്കുക. ആദ്യം അവരെന്താ പറഞ്ഞത്? ഒന്നുമില്ലാന്ന്. ഇപ്പോൾ അള്ളാഹുവിന് ഒരു സ്ഥലം നിശ്ചയിച്ചു കൊടുത്തു.
ഇനി അവരുടെ മറ്റൊരു നേതാവ് ഉമർ മൗലവി, അദ്ദേഹത്തിന്റെ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ 127 പേജിൽ എഴുതി വെക്കുന്നത് കാണാം, യഥാർത്ഥത്തിൽ അള്ളാഹു ആകാശത്തിലാണ് എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാകുന്നു, അത് അഹ്ലുസുന്നയുടെ വിശ്വാസം കൂടിയാകുന്നു എന്ന്. അള്ളാഹു ആകാശത്തിലാണ് എന്നുള്ളത് പച്ച പരമാർത്ഥാണ് എന്ന്. അപ്പോൾ അള്ളാഹു ആകാശത്തിലുള്ള ആളാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ആ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ 17 പേജിൽ ഉമർ മൗലവി എഴുതി വെക്കുന്നുണ്ട്, സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറയാൻ പാടില്ല എന്ന് ചിലർ പറയാറുണ്ട്, അത് അവരുടെ വിവരക്കേടാണ്. എന്തുകൊണ്ടെന്നാൽ ഇരുന്നു എന്ന് അള്ളാഹു തന്നെ പറഞ്ഞതാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് അള്ളാഹു തആല സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആര് പറഞ്ഞു? അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ പറഞ്ഞു. എന്നാൽ അതവരുടെ വിവരില്ലായ്മയാണ് എന്നാരും പറയുന്നു? ഉമർ മൗലവിയും പറയുന്നു. നോക്കൂ നിങ്ങൾ, ആദ്യം പറഞ്ഞ ആ ഒരു വിശ്വാസത്തിന് നേരെ വിപരീതം. അതൊക്കെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. വൈരുദ്ധ്യങ്ങൾ സംഭവിച്ചില്ലേ? ഇനിയും കാണാം. ഇനി അള്ളാഹു ആകാശത്തിലാണെന്ന് അംഗീകരിക്കാത്തവന്റെ വിധിയെ പറ്റിയിട്ട് 2009 ജൂണിലക്കം ഇറങ്ങിയ ഒരു അൽമനാറിൽ അവർ എഴുതി വെക്കുന്നുണ്ട്. ഹാഫിദ് ദഹബിയുടെ ഒരു ഫത്വ എന്ന നിലക്കാണ് എഴുതി വെക്കുന്നത്. എന്താണത്? ഏതൊരുവൻ അള്ളാഹു അർശിന്മേൽ ആരോഹിതനാണെന്നും ഏഴാനാകാശങ്ങൾക്ക് മുകളിലാണെന്നും സൃഷ്ടികളിൽ നിന്ന് അകന്നാണെന്നും വിശ്വസിക്കുന്നില്ലയോ, അവൻ കാഫിറാണ്, പശ്ചാത്തപിക്കണം, അല്ലെങ്കിൽ അവന്റെ പിരടി വെട്ടണം. ദിമ്മികൾക്കും മുസ്ലിങ്ങൾക്കും ദുർഗന്ധം വമിക്കാതിരിക്കാൻ അവന് അഴുക്കിലേക്ക് എറിയപ്പെടുകയും വേണം എന്ന് അവര് 2009 ഇറങ്ങിയ അൽമനാർ മാസികയിൽ അവരെഴുതി വെക്കുകയും ചെയ്തു. അപ്പോ ഒരിക്കൽ ആകാശത്തിലാണെന്ന് പറഞ്ഞാൽ കാഫിർ, മറ്റൊരിക്കലോ പറഞ്ഞില്ലെങ്കിൽ കാഫിർ. ഇത് അവരുടെ ഔദ്യോഗിക മാസികകളിൽ എഴുതി വെക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് അവരുടെ അക്കീദ. ഈ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് അവരുടെ അക്കീദ. ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് നിങ്ങൾ നോക്കേണ്ടത്. വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും സംഭവിക്കുന്നുണ്ടോ? അത് തെറ്റായ അക്കീദയാണ്. വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും ഇല്ലേ? അത് ശരിയായ അക്കീദയാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി, ഇവരുടെ വിശ്വാസങ്ങളിൽ മുഴുവനും വൈരുദ്ധ്യമാണ്. ഇവരുടെ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അക്കീദ തെറ്റാണ് എന്ന് അള്ളാഹുവിലുള്ള ഈ ഒരു വിശ്വാസം തന്നെ എടുത്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനിയും നമുക്ക് ചർച്ച ചെയ്യണം, പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.